ഒരുപാട് റെയർ ആയിട്ടുള്ള പക്ഷേ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള IVF സക്സസ് സ്റ്റോറിയാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങളും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണ് എങ്കിൽ അത് IVF ആയാലും IUI ആയാലും മറ്റ് ഏതെങ്കിലും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ആയാലും പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരാണ് എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ കാണുക. കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അത്രയും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറിയാണിത്. ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി മറികടക്കാനായിട്ടുള്ള ടിപ്സും കിട്ടും, അതുപോലെ തന്നെ മോട്ടിവേഷനും കിട്ടും. അപ്പം നിങ്ങൾ ഈ സക്സസ് സ്റ്റോറി കേട്ടിട്ട് വായോ. ഇങ്ങനത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ടെൻഷൻ, നിങ്ങളുടെ ആൻസൈറ്റി എല്ലാം മാറ്റാൻ തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ പേഴ്സണലായിട്ട് ഡൗട്ട് ചോദിക്കാനുള്ളവർ ദയവ് ചെയ്ത് ഈ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് അതിനകത്തോട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ സക്സസ് സ്റ്റോറി 35 വയസ്സുള്ള ഒരാളുടെ സ്റ്റോറിയാണ്. 2 IVF സൈക്കിൾ നേരത്തെ ചെയ്ത് ഫെയിൽ ആയതാണ്. AMH കൗണ്ടും ഒരുപാട് ലോ ആയിരുന്നു. 2 പ്രാവശ്യം ഹിസ്റ്റോ ലാപ്രോസ്കോപ്പി ചെയ്തതാണ്. 1 പ്രാവശ്യം മയോമെക്ടമി ചെയ്തതാണ്. മയോമെക്ടമി എന്ന് പറഞ്ഞാൽ യൂട്രസിൽ ഉണ്ടാവുന്ന ഫൈബ്രോയിഡ്സ് റിമൂവ് ചെയ്യാനുള്ള ഒരു സർജറിയാണ്. 3ാമത്തെ IVF ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മുടെ ചാനൽ ആ കുട്ടി കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. ഏജും ആ കുട്ടിക്ക് 35 ഉണ്ടായിരുന്നു. AMHും ലോ ആയിരുന്നു. 2 പ്രാവശ്യം IVF ഫെയിൽ ആയതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമേ ഒവേറിയൻ റിജുവിനേഷൻ ആണ് ചെയ്തത്. ഒവേറിയൻ റിജുവിനേഷന് PRP അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ യൂസ് ചെയ്തു. പിന്നെ ACRS അതായത് അസിസ്റ്റഡ് കൺസെപ്ഷൻ വിത്ത് റീപ്രൊഡക്റ്റീവ് സർജറി യൂസ് ചെയ്തു. പിന്നീടാണ് ഓവം പിക്കപ്പ് ചെയ്തത്. 3 നല്ല ക്വാളിറ്റി എഗ്സ് കിട്ടി. ലാബിൽ ഫെർട്ടിലൈസേഷൻ നടത്തി. അതിൽ 3 എംബ്രിയോസും ഫോമായി. ആ 3 എംബ്രിയോസിനെയും ട്രാൻസ്ഫർ ചെയ്തു. 14 ദിവസത്തിന് ശേഷം ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വാല്യൂ 2000 ഉണ്ടായിരുന്നു. സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ ഇൻട്രാ യൂട്രൈൻ സാക്ക് കണ്ടു. എല്ലാവരും അതിയായ സന്തോഷത്തിലായിരുന്നു. പക്ഷേ 12 വീക്സിൻ്റെ സ്കാനിങ്ങിൽ സെർവിക്സ് ഒരുപാട് ഷോർട്ട് ആണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നീട് സെർവിക്കൽ എൻസർക്കുലേറ്റ് ചെയ്തു. ഹൈഡോസ് പ്രൊജസ്ട്രോൺ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. സെർവിക്കൽ എൻസർക്കുലേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷേ പിന്നീട് 14 ആഴ്ചയായപ്പോൾ ഒരു കംപ്ലൈൻറ്റ് ആ കുട്ടിക്കുണ്ടായി. ആ കുട്ടിയുടെ സിംറ്റം എന്താണെന്ന് പറഞ്ഞാൽ വയറിൻ്റെ താഴ്ഭാഗത്ത് ഒരു കനം പോലെ തോന്നാൻ തുടങ്ങി എന്നാണ് ആ കുട്ടി മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഗർഭാശയത്തിൻ്റെ അകത്തെ മുഖം തുറന്നു എന്ന്. സെർവിക്സ് പിന്നെയും ഷോർട്ടായി എന്ന്. ഈ ഒരു പ്രഗ്നൻസി അത്രയും പ്രഷ്യസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ആ കുട്ടി അത്രയും ടെൻഷൻ അടിച്ച ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു കടന്നുപോയിരുന്നത്. അത് നിങ്ങൾക്ക് ഊഹിക്കാമായിരിക്കുമല്ലോ. കാരണം പ്രത്യേകിച്ച് 2 IVF ഫെയിൽ ആയതാണ്. ഒവേറിയൻ റിജുവിനേഷൻ ചെയ്തതാണ്. AMH വളരെ കുറവാണ്. മൾട്ടിപ്പിൾ സർജറീസ് നടന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തും ഈ ഒരു പ്രഗ്നൻസി സേഫ് ആക്കാൻ തീരുമാനിച്ചു. പിന്നീടാണ് അബ്ഡോമിനൽ സർക്കുലേറ്റ് ചെയ്തത്. അതായത് അബ്ഡോമൻ ഓപ്പൺ ചെയ്ത് മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തു. അബ്ഡോമിനൽ സ്റ്റിച്ച് എന്ന് പറയുന്ന പ്രൊസീജിയർ സിവിയർ ഇൻകോമ്പിറ്റൻസ് വരുമ്പോഴാണ് ചെയ്യുന്നത്. നോൺ പ്രഗ്നന്റ് സ്റ്റേറ്റിലാണെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് ലാപ്രോസ്കോപ്പി ത്രൂ ഇടാവുന്നതാണ്. അവരിൽ നിന്ന് കൺസെന്റ് മേടിച്ചായിരുന്നു. കാരണം അബ്ഡോമൻ ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യുവാണ്. 14 വീക്സ് പ്രഗ്നൻസി ആണ്. ഈ ഒരു ടെക്നിക് ചെയ്യുമ്പോൾ അബോർഷൻ വരെ ആകാനുള്ള ചാൻസ് ഉണ്ട്. 50-50 ചാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറ്റ് ലാസ്റ്റ് ആ ഒരു ഹാപ്പി ന്യൂസ് അവർക്കും ലഭിച്ചു. അവർ ആഗ്രഹിച്ച പോലെ അവരുടെ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കിട്ടി. 36 വീക്സ് പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്ത് ഹെൽത്തി ബേബി ഗേളിന് ആ കുട്ടി ജന്മം കൊടുത്തു.
അബ്ഡോമിനൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിസേറിയൻ ത്രൂ മാത്രമേ ഡെലിവറി പോസിബിൾ ആകത്തുള്ളൂ. പക്ഷേ സിസേറിയൻ ആയാൽ പോലും ഇത്രയുമൊക്കെ പ്രശ്നങ്ങൾ, ഇത്രയുമൊക്കെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്ത് അവസാനം ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ അവരുടെ സന്തോഷം എത്രമാത്രം ആയിരിക്കും എന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്കും തീർച്ചയായിട്ടും കുഞ്ഞിനെ ലഭിക്കും. നിങ്ങളുടെ ഹോപ്പ് നിങ്ങൾ ഒരിക്കലും കളയരുത്. വിശ്വാസത്തോടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. എന്തായാലും റിസൾട്ട് നിങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കും. ഇനിയും ഈ ഒരു കപ്പിളിന് IVF സക്സസ് ആകാൻ വേണ്ടിയിട്ട് അവർ ഫോളോ ചെയ്ത ടിപ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കും കേൾക്കണ്ടേ? അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ ഉടനെ ഹെവി ഡയറ്റ് ഒന്നും തന്നെ എടുത്തില്ല, ലിക്വിഡ് ഡയറ്റ് ആണ് എടുത്തത്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ ഉടനെ യൂറിൻ പാസ് ചെയ്തു. പിന്നീട് ലിക്വിഡ് ഡയറ്റ് എടുത്തതിന് ശേഷം അല്പസമയം ഹോസ്പിറ്റലിൽ തന്നെ റെസ്റ്റ് എടുത്തു. പിന്നീട് വീട്ടിൽ പോയി. പിന്നെ എല്ലാ മെഡിസിൻസും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അതേ ഡോസിൽ അതേ ടൈമിൽ ഫോളോ ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാ റുട്ടീൻ വർക്ക്സും ഫോളോ ചെയ്തിരുന്നു. പക്ഷേ ഹെവി ആയിട്ടുള്ള ജോലികൾ ഒന്നും തന്നെ ആ 14 ദിവസം ചെയ്തിരുന്നില്ല. പിന്നെ കെമിക്കൽസിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് വിട്ടു നിൽക്കാൻ ശ്രമിച്ചു. അത് ഏത് കെമിക്കൽ ആയാൽ പോലും ആ 14 ദിവസം ഉപയോഗിച്ചിരുന്നില്ല. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം യോഗ ഫോളോ ചെയ്യുമായിരുന്നു. ഡയറ്റിൽ ഹൈ പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കാൻ ശ്രമിച്ചു. ജങ്ക് ഫുഡ്സ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്തു. അവക്കാഡോ ഡയറ്റിൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്തു. 1 കപ്പ് പാല് എന്തായാലും ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുമായിരുന്നു. അപ്പോൾ ഈ ഒരു കപ്പിളിന് IVF സക്സസ് ആകാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത എല്ലാ ടിപ്സും നിങ്ങൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞു. ഈ ടിപ്സ് എല്ലാം നിങ്ങളും ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്നും ഈ ടിപ്സിൽ നിന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു കാര്യത്തിന്റെ പുറകിൽ പോയാൽ ആ ഒരു കാര്യം എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. കുഞ്ഞെന്ന സ്വപ്നത്തിന് നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടാതിരിക്കുക, കോമ ഇടുക, എക്സ്ക്ലമേറ്ററി മാർക്ക് ഇടുക, എന്നിട്ട് വീണ്ടും മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ കൈ പിടിക്കാനായിട്ട്, നിങ്ങൾക്ക് അല്പം ആശ്വാസം പകർന്നു തരാനായിട്ട്, നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞു തരാനായിട്ട് ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമ്മുടെ ഇന്നത്തെ IVF സക്സസ് സ്റ്റോറിയിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും മോട്ടിവേഷൻ ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള IVF സക്സസ് സ്റ്റോറീസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പേഴ്സണൽ ആയിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പറിലൂടെ ചോദിക്കാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസിന്റെ എല്ലാം സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ തന്നെ കൊടുത്തേക്കാം. നിങ്ങൾ അത് നോക്കി വാട്സ്ആപ്പ് നമ്പർ എടുക്കുക, എന്നിട്ട് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക.